ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒത്തിരി ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഇപ്പോൾ ഹെയർ ആയാലും സ്കിൻ ആയാലും ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം നമ്മുടെ ഈ കെമിക്കൽസ് കൂടുതൽ നമ്മളുള്ളത് ആഡ് ചെയ്ത് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി ഷാംപൂസും അല്ലെങ്കിൽ ക്രീംസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി ട്രൈ ചെയ്യും. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി വളരെ എന്താ പറയുക, കുറവ് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പകുതി പ്രോബ്ലം, അതുപോലെ മുടി നര അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ സ്കിന്നുമേയുള്ള അലർജി, ഇതിനൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയണം എങ്ങനെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് നോക്കി വാങ്ങിക്കണം വെബ്സൈറ്റിൽ കൂടെ എന്നുള്ളത് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ അത് ചേർത്ത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഞാൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ അടുത്തൊരു ഷാമ്പു ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഗുവാർ ഗം യൂസ് ചെയ്തായിരുന്നു. ഗുവാർ ഗം മാത്രമേ യൂസ് ചെയ്തുള്ളൂ, വേറൊരു സന്താൻ ഗമോ അല്ലെങ്കിൽ വേറൊരു ഗമ്മോ ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും ഈ ഷാമ്പു സർഫക്റ്റൻറ്റും സോപ്പ് ബേസും അല്ലെങ്കിൽ വെള്ളവും അല്ലെങ്കിൽ ഈ ഗമ്മും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് കാറ്റയോണിക് ഗുവാർ ഗം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് മാത്രമേ ഇതിൽ ചേരുള്ളൂ അത്രേ. അപ്പോൾ ഞാനത് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ വെബ്സൈറ്റിലുണ്ട് കറക്റ്റായിട്ട് കാറ്റയോണിക് ഗുവാർ ഗം എന്ന് പറയുന്നൊരു സാധനം ഞാൻ കാണാം. അതായത് ഗം എന്ന് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ അതിൽ വെറൈറ്റി ഓഫ് ഗംസ് കാണിച്ചു. അപ്പോൾ അതിൽ ഈ കാറ്റയോണിക് ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമുക്കറിയേണ്ടത്, ഇപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്കറിയണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ അത് നാച്ചുറലാണ്. അപ്പോൾ ഞാൻ അത് ഓക്കെ, കാരണം ഞാൻ നാച്ചുറലാണ്, ഇതുപോലെയുള്ള ഒരു പ്ലാന്റിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിനൊരു അഡീഷണൽ കണ്ടീഷനിങ് എഫക്റ്റ് നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു ആപ്ലിക്കേഷൻ, ഷാംപൂ, കണ്ടീഷണർ, ലോഷൻ എന്നുള്ളത്. അപ്പോൾ ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ pH വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു. ഏതൊരു സർഫക്റ്റൻറ്റും, സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും pH 13, 10 വരും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ കാറ്റയോണിക് ഗുവാർ ഗം യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് pH 9 വരെയുള്ള pH വർക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ തിക്നെസ് കൂട്ടണമെങ്കിൽ നമ്മൾ 7 നമ്മളത് കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് പോലും സിട്രിക് ആസിഡ് യൂസ് ചെയ്തിട്ട് നമ്മളത് pH താഴെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അത് പ്രോപ്പറായിട്ട് തിക്കൺ ചെയ്യുന്നുള്ളൂ എന്ന് അതുപോലും ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആമസോൺ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്കലായിട്ട് കിട്ടുന്ന കുറേ കടകളുണ്ടാവും. അവിടെ നിന്നൊക്കെ ഇതിനെപ്പറ്റി അറിവുണ്ടോ എന്ന് നമ്മൾ കുറച്ച് അറിവ് സമ്പാദിച്ചാൽ മാത്രമേ അവരോടൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ കൃത്യമായിട്ടൊരു ആൻസർ അതിന് തരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് മാത്രം വാങ്ങുക. ഈവൺ ഇവർ സപ്പോർട്ട് തരിക പോലും ചെയ്യും. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ അവർ ഇപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പ്രശ്നം ഉണ്ടല്ലോ, അതെന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ണ്ടെങ്കിൽ അവർ സപ്പോർട്ട് തരും. ഇപ്പോൾ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്, ഞാൻ വേറെ ഒരെണ്ണം നോക്കിയത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷാംപൂ ബേസുകൾ, അത് നാച്ചുറലായിട്ടുള്ളത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഞാൻ അതുപോലെ നോക്കുകയുണ്ടായി. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷാംപൂ ബേസുകളെ പറ്റി ഞാൻ പറയാം. നാച്ചുറലായിട്ടുള്ളതുണ്ട്, പൗഡറായിട്ട് വരുന്നുണ്ട്, ലിക്വിഡായിട്ട് വരുന്നുണ്ട്, നാച്ചുറൽ അല്ലാത്തതുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈവൻ നമ്മൾ മേടിക്കുകയാണെങ്കിൽ പോലും, അതായത് ഇപ്പോൾ നമ്മളൊരു ഷാംപൂ അല്ലെങ്കിൽ ഒരു ക്രീം അങ്ങനെയുള്ളത് മേടിക്കുകയാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഷാംപൂവിൽ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുടിക്ക് നല്ലതല്ലെങ്കിൽ സ്കാൽപ്പിന് നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉണ്ടാക്കുന്നവരാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഇതുപോലെയുള്ള ബേസുകളോ അല്ലെങ്കിൽ നല്ല നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ വാങ്ങുമ്പോൾ എപ്പോഴും നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെറിയ ഐറ്റംസ് ആയിട്ട് വാങ്ങിക്കരുത്. ചെറിയ ക്വാണ്ടിറ്റി വരെ കയ്യിൽ നിന്ന് കിട്ടും, പക്ഷേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് വാങ്ങാമായിരിക്കും നല്ലത്. കാരണം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഷിപ്പിംഗ് ചാർജും അവരെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചില വെബ്സൈറ്റുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം.